ബേസിലിന്റെ ആദ്യ പടത്തിൽ വിനീതേട്ടനുണ്ട്, പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ വിനീതേട്ടനുണ്ട്. ശരിക്കും വിനീതേട്ടൻ ലക്കിച്ചാമാണോ ബേസിലിന്? പറയൂ. ആ വിനീതേട്ടൻ ലക്കിച്ചാമ. ചേട്ടൻ ഇപ്പം ആക്ടിങ്ങിലേക്ക് കിടന്നല്ലോ. ഇപ്പം വർഷത്തിൽ 5 പടം ചെയ്ത ഒരു നടനാവണോ? നമ്മുടെ ധ്യാൻ ചേട്ടനൊക്കെ പോലെ മാസത്തിൽ സെലക്റ്റീവായി 5 പടം ചെയ്ത ഒരു നടനാവണോ? ധ്യാൻ ഇത് സെലക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. എന്തിനാ അങ്ങനെ ഒരു ആരോപണം എന്റെ പേരില്? ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബോളിവുഡ് വരെ നിൽക്കാണല്ലോ ബേസിൽ ചേട്ടൻ. ഒരു മോട്ടിവേഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? എപ്പോഴും അങ്ങനെ ഐഡിയ ഉണ്ടാക്കുന്നു പറയാൻ പറ്റില്ല. ധ്യാനമായിട്ടാണ് നല്ല ഐഡിയ. എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. നിങ്ങൾ എല്ലാവരും ഭയങ്കര തമാശ പറയുന്ന ആളാ, പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഫണ്ണാന്ന് വിചാരിച്ച് തമാശ പറഞ്ഞിട്ട് ഫ്ലോപ്പ്. 3 പേരും ചില സാധനം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി അങ്ങനെയാണ്. നമ്മള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, ചിലത് വീഴും ചിലത് വീഴൂല. അത് എന്റെ 90% വീഴാറുണ്ട്. അതാണ് വീഴുന്നത്. അതെന്ത് കോമഡിയായിരുന്നു. കോമഡിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബേസിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്ന സാധനം വർക്കായാലും വർക്കായില്ലെങ്കിലും അതിനുശേഷം ഇവൻ ചിരിക്കും. അവൻ തന്നെ ചിരിക്കും. നിങ്ങൾ 3 പേരും റെസ്റ്റോറന്റിൽ പോവാ, നിങ്ങളുടെ ഫേവറേറ്റ് ആയ ഒരു ഫുഡ് അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുഡിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏത് ഫുഡ്? ഇന്നിപ്പോ ഉച്ചക്ക് പറഞ്ഞു കൊടുക്കാൻ ബിരിയാണി എടുത്തോണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഡയറ്റാണ് കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. വിനീതേട്ടൻ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബിരിയാണി എടുത്തോണ്ട് ഷാനെ വേണമെങ്കിൽ പകുതി കഴിച്ചു. നീ പകുതി കഴിക്കുമല്ലോ അല്ലേ? എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ 4 പീസ് ഷാനിക്ക നോക്കിയിട്ട് ഇതിന്റെ പകുതിയാണോ എന്നോട് കഴിക്കുന്നത്? ഞാനെന്താ പറ്റിയ? ചില ഭക്ഷണം ഇവന്റെ നല്ല ഫുഡായിരിക്കും, പക്ഷെ ഇവൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്കത് കഴിക്കാൻ തോന്നൂല. നിങ്ങൾക്ക് വേണോ അവക്കാഡോ? അവക്കാഡോ അത് പറയുന്ന കേൾക്കുന്നില്ലേ? അവക്കാണെങ്കിൽ പിന്നെ എനിക്ക് ബേസിച്ചേട്ടന്റെ ഫാൻസിന് ഇതൊക്കെ ബൂമേഴ്സിന് വർക്കാവില്ല. നിങ്ങൾ തകർന്നിരിക്കുന്ന സമയത്ത് എനർജി ബൂസ്റ്റ് അടിച്ചു തരുന്ന ആള് ടൊവിനോ പക്ഷെ വിശ്വസിക്കാൻ പറ്റൂല. ജീവിച്ചിരുന്നപ്പോഴും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, ചത്തപ്പോഴെങ്കിലും ഉണ്ടാവട്ടെ. ഉള്ള ബൂസ്റ്റ് കൂടെ ചിലപ്പോ കളയും. ഇവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി മെച്ചോർഡായിട്ട് അങ്ങനെയൊന്നും പറയില്ല ബേസി, ഒക്കെ ശരിയാവും എന്നൊക്കെ പറയാണെങ്കിൽ ചാവണം. അല്ല ഇവൻ ഭയങ്കര ഹെൽത്ത് ഫ്രീക്ക് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ കാണാനില്ലേ റിസൾട്ട്. സുന്ദര കുട്ടനായിട്ടുണ്ട്. ആരായിരുന്നു പാപ്പ? നിങ്ങൾക്ക് 3 പേർക്കും MAOP-യുടെ ഒരു കഴിഞ്ഞില്ലേ? അല്ല ഗിഫ്റ്റ്. ഫസ്റ്റ് ഷാനിക്ക, ഞാൻ സെക്കൻഡ്. പിന്നെ ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. അതിരടി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 3 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. നമസ്കാരം. ഈ സിനിമയുടെ ടീസർ കണ്ട സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ടീസറിന്റെ താഴെ ഈ നായകന്മാരെ കുറിച്ചുള്ള പൊക്കിയടിച്ചുള്ള കമന്റുകൾ അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകളായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഈ സിനിമയ്ക്ക് മുൻപിലുള്ള ഇന്റർവ്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അതെന്താ ഇത്രയും കമന്റ്സ് വന്നത് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് തുടങ്ങില്ലേ? അയ്യോ അത് വല്ലാത്ത പ്രഷറാണല്ലോ. ടെൻഷനായിപ്പോയി ഇതൊക്കെ. അത് മറ്റേ ഡാൻസ് ഒക്കെ കളിക്കണതിന് മുമ്പ് പറയണ പോലെ പൊളിക്കണം നിങ്ങളൊന്നൊക്കെ. എപ്പോഴും ഇതുപോലെ ഈ പടത്തിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ആരോ സെൽഫി എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഒന്ന് സെൽഫി എടുത്തിട്ട് ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ പടം അതൊക്കെ പക്ഷെ ഇന്റർവ്യൂ ടെൻഷൻ. നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂസ് കാണാറുണ്ടോ? അതായത് ഇപ്പം സിനിമകൾ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത ഇന്റർവ്യൂസ് നിങ്ങൾ കാണാറുണ്ടോ? ഈ ഫൺ ഇന്റർവ്യൂസ് ഒക്കെ
ഞങ്ങളുടെ ഇപ്പൊ ഞാനും ബേസിയും ഷാനും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ എല്ലാരും കൂടി ഇരുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഇന്റർവ്യൂ ആയിരുന്നു. അത് ഞാൻ റിപ്പീറ്റ് അടിച്ചിരുന്ന് കണ്ട് ചിരിച്ചിട്ടുണ്ട്. കാരണം ചിലതൊക്കെ നമ്മൾ കൈവിട്ട് ചിരിച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. അത് പ്രത്യേകിച്ച് ബേസിൻ ധ്യാനമുള്ളത് ധ്യാനമുള്ള combo. അത് അടിപൊളിയായിരുന്നു. അത് ഭയങ്കര സ്ട്രെസ് ബസ്റ്ററാ. ഓർമ്മിപ്പിക്കല് പറഞ്ഞതാ. ശരിക്കുണ്ടല്ലോ ഇതില് ഞാൻ ആദ്യം ഈ പ്രൊമോഷൻ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോൾ 2 പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഒരു സൈൻ വീഡിയോ ആണ് കണ്ടത്. അതിൽ 2 പ്രൊഡ്യൂസേഴ്സ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് നിങ്ങളുടെ പേര് കളിയില്ല എന്നതാണ് എന്റെ വിശ്വാസം എന്ന്. ഇതിൽ അഭിനയിക്കാൻ വന്ന നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരുന്നു? ഇപ്പം ഞാനിതിൽ വന്നത് സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് സ്ക്രിപ്റ്റ് അല്ല ഇതിൻ്റെ കഥ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കഥയിലൊരു നമ്മളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു എലമെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബേസിയും അരുണും പോൾസണും 3 പേരും കൂടെ വന്ന് സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ത്രൂ ഔട്ട് ചിരിക്കാനുള്ള എലമെൻസ് ഉള്ളൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള സിനിമകളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ബേസിയാണ് ഹെഡ്ലൈൻ ചെയ്യുന്നത്. പക്ഷേ ടോവി ഉണ്ട്, ഇപ്പം നമ്മൾ 2 പേരുണ്ട്, ഇത് കൂടാണ്ട് ജിയോ ചേട്ടൻ, അങ്ങനെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ പറയുകയാണെങ്കിൽ റിയ ഉണ്ട്, സെറീൻ ഉണ്ട്, പിന്നെയും കുറേ പേരുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഇവൻറ്റ്സ് ഇങ്ങനെ ഒരുപാട് ഇവൻറ്റ്സും ഒരുപാട് കൺഫ്യൂഷൻസും ആ കൺഫ്യൂഷൻസിൽ ഉണ്ടാകുന്ന ഹ്യൂമറും പരിപാടിയൊക്കെ ഉണ്ട്. അത് വായിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. പൊട്ടിച്ചിരിച്ച് കേട്ട ഒരു നറേഷനായിരുന്നു അതിനിടയിൽ. ഷാൻ ചേട്ടൻ ഇപ്പം ആക്ടിങ്ങിലേക്ക് കടന്നല്ലോ. ഇപ്പം വർഷത്തിൽ 5 പടം ചെയ്യുന്ന ഒരു നടനാവണോ? നമ്മുടെ ധ്യാൻ ചേട്ടനൊക്കെ പോലെ മാസത്തിൽ സെലക്റ്റീവായി 5 പടം ചെയ്യുന്ന ഒരു നടനാവണോ? ധ്യാൻ സെലക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. എന്തിനാ അങ്ങനെ ഒരു ആരോപണം എന്റെ അനിയന്റെ പേരില്? അതെ, ഞാൻ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് പടം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. ധ്യാൻ ചേട്ടൻ എങ്ങനെയാ പറയാ കോൺഫിഡന്റ്ലി? അല്ല, എനിക്കും സെയിം. ഒന്ന് ഞാൻ നോക്കുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള ആളുകളൊക്കെയാണ്. പിന്നെ എനിക്കതൊരു ആവശ്യമായിരുന്നു ആ സമയത്ത്. വെറുതെ ഒന്ന് അടിച്ചു പൊളിക്കുക, ഹാവ് ഫൺ. അപ്പൊ പിന്നെ ഞാനങ്ങ് പോയി തല വെച്ച് കൊടുത്തു. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഷാനിക്ക. തിരക്കിട്ട പറഞ്ഞാവും. ഞങ്ങൾ ബേസി ചേട്ടന്റെ ലോഗോ കണ്ടിട്ടാ ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് ചേട്ടന്റെ കൊച്ചിയിലുള്ള ശരിക്കുള്ള ഫേസ് കട്ട് ആ ക്യൂട്ട്നെസ് കാണാം. ആ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാ. ക്യൂട്ടായിരുന്നു. ക്യൂട്ടായിട്ടാണല്ലോ തോന്നുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ശരിക്കും ഈ സിനിമ ചെയ്യുന്ന സമയത്ത് എന്താ ശരിക്കും നിങ്ങൾ ഇന്നാക്കിയത്? കാരണം ഈ പറഞ്ഞ പോലെ കഥ, സ്ക്രിപ്റ്റ് കാര്യങ്ങളിനപ്പുറം ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു. കാരണം നിങ്ങളുടെ സെറ്റിനെ കുറിച്ചും കമന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരുമിച്ച് വന്നാൽ തന്നെ ഫണ്ണാണ്. അപ്പൊ സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയാ സെറ്റ്? ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ഇതിൽ കുറേ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട്. നൈറ്റ് ഷൂട്ട്സ് ഭയങ്കര രസമായിട്ടാണ് പോയത്. അത് നമുക്ക് ഷൂട്ടേ ഇല്ല, രാത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവർ സ്ട്രെയിൻ ഇല്ല. വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ വെളുക്കുന്നവരെ ഷൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒന്ന് ഫുൾ ടൈം നമ്മളൊരു ക്യാമ്പസിനകത്താണ് കുറേ പരിപാടി. അപ്പോൾ 1-2 ദിവസം ഞങ്ങൾക്ക് ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഓട്ടവും ബഹളവും ഒക്കെ. അതെ, ബാക്കിയുള്ള ദിവസം ചില്ലായിരുന്നു. എങ്ങനെയാണ് പ്രൊഡ്യൂസറെ കുറിച്ച് പറയൂ. ഇപ്പൊ ബേസിൽ എന്ന ഡയറക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും, കൂടുതൽ നടനായിട്ട് അറിയായിരിക്കും. പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ശരിക്കും? നമുക്ക് ആ പ്രഷർ ഇല്ലായിരുന്നു. ഇല്ല, നല്ല കാശ് മുടക്കി പടം എടുക്കുന്ന പ്രൊഡ്യൂസറാണ്. അതുകൊണ്ടല്ലേ നൈറ്റ് മാത്രമേ ഉള്ളൂ ഷൂട്ട്. ഡേ ഷൂട്ടിൽ സ്ട്രെയിൻ ഇല്ല എന്ന് പറയുന്നതിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്തില്ലേ? നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, എല്ലാം കൂടെ ആയിട്ട് ഫിക്സ് ചെയ്യില്ല. ഈ വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ ഈ പഠിച്ചിറങ്ങി വന്നത്. നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊരു മിടുക്കനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണല്ലോ. ഇപ്പൊ അസിസ്റ്റന്റ് ചെയ്ത് ആദ്യമായിട്ട് ബേസിലിന്റെ ആദ്യ പടത്തിൽ വിനീതേട്ടനുണ്ട്, പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ വിനീതേട്ടനുണ്ട്. ശരിക്കും വിനീതേട്ടൻ ലക്കിച്ചാമാണോ ബേസിലിന്? പറയൂ. ആ വിനീതേട്ടൻ ലക്കിച്ചാമാ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടോ. അല്ല, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ. പ്രഷറിലായല്ലോ ഇച്ചിരി. നല്ലത് പറയേണ്ടി വരുമല്ലോ. ഇല്ല, പക്ഷെ
Yeah. ഇഷ്ടമല്ല അവര് പറയാൻ. അതല്ലേ ഞാൻ തിരിഞ്ഞിരുന്നു safe എന്ന് പറഞ്ഞത്. ഈ പടത്തിൽ പക്ഷെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ആയതുകൊണ്ട് വിനീതേട്ടൻ വരണം എന്ന് വിചാരിച്ച അങ്ങനെ ഒന്നുമല്ല. അല്ല. കഥ അത് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ചെയ്തൊന്നേ ഉള്ളൂ. പക്ഷെ ലക്കിച്ചാമാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഷാൻചേട്ടനോട് ഞാൻ ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ചോദ്യം എന്തായിരുന്നു? ലക്കിച്ചാമാണോ? ആര് ഇവൻ എന്റെ അല്ല വിനീതേട്ടൻ. ഞാൻ തിരിഞ്ഞിരിക്കണം. തരക്കേടില്ല. അല്ല കിച്ചാമാണ്. ഇടയ്ക്കൊരു ഒരു ഒരു വേർഡൊക്കെ പോയിട്ടുണ്ട്. കിച്ചാമ. ലക്കിച്ചാമാണ്. ശരിക്കും എപ്പോഴും നിങ്ങളെപ്പോഴും നമ്മൾ കാണുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഫൺ മൂഡിൽ കാണാൻ ആഗ്രഹം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യാൻ എങ്ങനെ ആഗ്രഹം? അയ്യോ അങ്ങനെ ആലോചിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എങ്ങനെ ആഗ്രഹിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. അതെ, അങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് വരില്ല. മേടപ്പാവും. അതെ, നമ്മളെങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പുറത്ത് ഉണ്ടാവുള്ളൂ. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ഒരു സംഗതി നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എല്ലാവരും അത്തരം സിനിമകൾ ചെയ്യാനും ഇഷ്ടമാണ്, തമാശകൾ പറയാനും ഇഷ്ടമാണ്, തമാശ കേൾക്കാനും ഇഷ്ടമാണ്. ആ ഒരു സാധനം കോമണാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് വരിക. അങ്ങനെ ഒരു കോമൺ ട്രേറ്റ്സ് ഉള്ളവരൊക്കെ ഏകദേശം മെല്ലെ 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 അങ്ങനെ ഒരുമിച്ച് വരുമല്ലോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്. അതെ, ഈ പ്രിയമത കാതരയാണെന്ന് ഷോർട്ട് ഫിലിം ഒക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബോളിവുഡ് വരെ നിൽക്കുകയാണല്ലോ ബേസിൽ ചേട്ടൻ. ഇപ്പൊ പലർക്കും ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഒരു മോട്ടിവേഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? സീരിയസ് ക്വസ്റ്റ്യൻ വന്നു. അതായത് കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ വയനാട്ടിൽ പള്ളി മണി അടിച്ചു. ഒരു കുട്ടി അവൻ ജനിക്കുകയാണ് സുഹൃത്തുക്കളെ. സീരിയസ് ആയിട്ട് പറയാം. അവൻ ജനിക്കുകയാണ് സുഹൃത്തുക്കളാണ്. അല്ല, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേണിയാണ്. അതിൻ്റെ പുറകിൽ ഭയങ്കര സ്ട്രഗിളും ഉണ്ട്. ഈസി ആയിട്ട് അങ്ങനെ ഉള്ളൊരു ജേണിയല്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം അതിൻ്റെ സമയത്ത് നന്നായിട്ട് നടക്കും. അതാണ്, നന്നായിട്ട് കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ പണിയെടുത്തുകൊണ്ടിരുന്നാൽ മതി. വേറൊന്നും ചെയ്യേണ്ട, വേറൊന്നും ആലോചിക്കാതിരുന്നാൽ മതി. അത് വൃത്തിയായിട്ട് എടുത്തുകൊണ്ടിരുന്നാൽ നമ്മളെത്തുന്നത് എവിടെയാണെന്ന് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എത്തും. അതിന് ആ എവിടെ എത്തണം എന്നുള്ളതിന് സ്വപ്നം കാണുന്നതിന് ഒരു കുറവും വരുത്താതിരുന്നാൽ മതി. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി, എവിടെയെങ്കിലൊക്കെ എത്തും. ഒരു സെഗ്മെന്റിലേക്ക് പോവാം. അടി റൗണ്ട് ആണ്. അടിയോ? നമ്മുടെ പേര് അതിരടിയല്ലേ, പേരനുസരിച്ചൊരു ഗെയിമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേഴ്സൺ, നിങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കണ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു പേഴ്സൺ. ഈ കൂട്ടത്തിലാവാം, അല്ലാണ്ടാവാം. ഞാനും കേട്ടോ എപ്പോഴും അങ്ങനെ അടി ഉണ്ടാക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ധ്യാനമായിട്ടാണ് നല്ല അടി. ഒബ്വിയസ് ആൻസർ. പക്ഷെ ഇപ്പൊ ഒരുപാട് വർഷമായി ഒരടി നടന്നിട്ട്. അധികം വൈകാതെ സംഭവിക്കട്ടെ. അടിയുടെ കാര്യം നീ മറ്റേ സ്പ്രേ മേടിച്ചു കൊടുത്താൽ തനി അടി ഉണ്ടായിക്കോളും. ഞങ്ങൾ തമ്മിലൊരു സിനിമ നടക്കട്ടെ എന്നൊക്കെ പറയണ പോലെയാണ്. അടി ഉണ്ടാക്കട്ടെ. അടി ഉണ്ടായിട്ട് എത്ര കാലായി. പറയും പണ്ട് കൊച്ചിലെ അടി ഉണ്ടാക്കിയിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വാഴ കണ്ടതിന് ശേഷം ഭയങ്കര സ്നേഹമാണല്ലോ ഇപ്പൊ സിബ്ലിങ്സിനോടൊക്കെ. അതെ അതെ, മറ്റേ പാട്ട് വിട്ട് റീൽ ഇടലാന്നുള്ള പ്രധാന പണി. കൂടെ പിറന്നവർ ബേസിൽ ചേട്ടൻ എങ്ങനെയാ അടി ഉണ്ടാക്കുന്നത് അല്ലേ? ഞാൻ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ ഒന്നും അടിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ഐ എം എ ഗുഡ് ബോയ്. അല്ല, ഈ പറയുന്ന പോലെ ചേച്ചിയായിട്ടൊക്കെ പണ്ട് ഭയങ്കര അടി ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ പക്ഷെ ചേച്ചിയൊക്കെ വലുതായല്ലോ, അപ്പോൾ അത് കാരണം അടി ഉണ്ടാക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. അത് കാരണം ചോദിക്കാനും പറയാനൊക്കെ ചേച്ചിയുടെ മക്കൾ വരും, ആ മൂടായി. അപ്പം അതുകൊണ്ട് അടി ഉണ്ടാക്കാറില്ല. മക്കളെ പേടിച്ചിട്ടാണ്. 2 boys, ബിഗ് ബോയ്സ്. പിന്നെ ആരെയും ഇപ്പം അടി ഉണ്ടാക്കുന്നത്? വേറെ ആരുമായിട്ട് അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ചൊറിയും പോയി എല്ലാവരെയും, അപ്പം അവർ തിരിച്ചും ചൊറിയും, അത്രേ ഉള്ളൂ. അല്ലാതെ തല്ല് കൂട്ടൊന്നുമില്ല. തല്ലൊന്നും ഇല്ല ആക്ച്വലി. അതെ, എനിക്കും അങ്ങനെ.
അടിയാ നമ്മൾ പൊതുവെ നമ്മള് കുഞ്ഞടി. സമാധാന പ്രിയരായതുകൊണ്ട് അങ്ങനെ അടിപിടി ഞാൻ അങ്ങനെ അടി വരുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലും നമ്മൾ നൈസായിട്ട് ആരോ ഉള്ളത് നമ്മൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ആരുമായിട്ട് അടി ഉണ്ടാക്കാറില്ല. ഇല്ല, നല്ല കുട്ടികളാണ്. ഉണ്ടാക്കുന്നത് ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ആവാത്ത കോമഡി ഇരിക്കുന്ന ആള്. നിങ്ങൾ എല്ലാവരും ഭയങ്കര തമാശ പറയുന്ന ആളാ, പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഫണ്ണാന്ന് വിചാരിച്ച് തമാശ പറഞ്ഞിട്ട് ഞങ്ങള് 3 പേരും ചില സമയത്ത് ചില സാധനം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് എന്തിനാ ഇത് നേരത്തെ എന്തോ പറഞ്ഞത് അതെല്ലാവരുടെ വായിന്നും വരും. അങ്ങനെയാണ് കോമഡി, അങ്ങനെയാണ്. നമ്മള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, ചിലത് വീഴും ചിലത് വീഴൂല. അത് എന്റെ 90% വീഴാറുണ്ട്. ആറ്റില് വീഴാറുണ്ട്. അതാണ് വീഴുന്നത്. അതെന്ത് കോമഡിയായിരുന്നു. നിന്നെ പറഞ്ഞോട് എനിക്ക് തോന്നാത്തത്. വലിയ കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊരു പാളിയ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, സത്യം പറയാം. 90% വീഴാറുണ്ട്. നീ തലയും കുത്തി വീഴാറുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. അത് കൊള്ളൂല. ഇതാണ് നമ്മൾ എറിയ, ചിലത് വീഴും ചിലത് വീഴൂല. അതെ, അതാ ഭയങ്കര കൗണ്ടർ അടിക്കുന്ന ആരോ ശരിക്കും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളെ എറിയുണ്ടാവല്ലോ സ്ഥിരം, അങ്ങനെ കൂട്ടത്തിൽ ആരായിരിക്കും? ഇപ്പൊ ബേസിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്ന സാധനം വർക്കായാലും വർക്കായില്ലെങ്കിലും അതിനുശേഷം ഇവൻ ചിരിക്കും. അവൻ തന്നെ ചിരിക്കും. നമ്മൾ ചിരിച്ചു, അവൻ തന്നെ ചിരിക്കും. അപ്പൊ ഇവൻ വിചാരിക്കുന്നത് ഇവന്റെ കോമഡിക്കാ ചിരിച്ചത്. ഇവന്റെ കോമഡി കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു ചിരി, അതിലാണ് നമ്മൾ ചിരിക്കുന്നത്. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ബൈ. പല പല നിലവാരമില്ലാത്ത കോമഡികൾ അവൻ തന്നെ അടിച്ചിട്ട് അവൻ തന്നെ ചിരിക്കും, ഓടും, ചാടും. ഷാന്റെ ഹ്യൂമർ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് ഷാൻ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഷാന്റെ വായിന്ന് ചില സാധനം വരും, അത് ഭീകരമായിട്ട് വർക്കാവും. എന്തെങ്കിലും ഒരു സ്റ്റോറി അത്തരം അവസ്ഥകൾ നിനക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരുപാട് തമാശ പറയാൻ പറ്റട്ടെ. തമാശകൾ സിനിമയിൽ നാളാണക്കൽ. അയ്യോ, ഒരു അപ്രിസിയേഷൻ ആയിരുന്നോ? നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ തമാശകൾ സ്ക്രിപ്റ്റിൽ എഴുതുക അല്ലെങ്കിൽ സിനിമയിൽ ആഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരു ഇല്ലില്ല, അത്ര നിലവാരമുള്ള തമാശ ഞങ്ങൾ അടിക്കാറില്ല സാർ. ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതെ, സിനിമയിൽ ആലോചിച്ച് എഴുതാറുള്ളൂ. സിനിമയിൽ നമുക്ക് ആലോചിക്കണമല്ലോ, അല്ലേ, വർക്കാവണമല്ലോ. നിങ്ങളിപ്പോ നിങ്ങള് വർക്കില്ലെന്ന് പറയണേ കോമഡി. അതങ്ങനെയാണ്, ഹ്യൂമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചില സാധനം വർക്കാവും, ചിലത് വർക്കാവില്ല. ഓക്കെ, ശരി. അടുത്തത്, ഏറ്റവും കൂടുതൽ സെന്റ് അടിക്കുന്ന ആള്. പെട്ടെന്ന് വിഷമം വരിക, സങ്കടങ്ങൾ പറയാ, സെന്റി സ്റ്റോറികൾ പറയണ. ഈ കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ 3 പേരിലാണോ? അത് പുറത്തുനിന്നാ? പുറത്തുനിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രാഹുൽ. അറിയോ? എന്നതുകൊണ്ട് അമൽ. ഞങ്ങൾക്ക് അറിയുന്നവരെങ്കിലും അഖില് എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്നോട് രാഹുൽ പറയാറുണ്ടല്ലേ? പറയാറുണ്ട്. ചോദ്യം ഞങ്ങളുടെ പ്രൊഡ്യൂസർ ചേട്ടൻ തരും. ഞങ്ങൾക്ക് അറിയുന്നവരെങ്കിലും. അതല്ല ചോദിച്ചത്, ഇവിടെ ഉള്ളവരാരെങ്കിലും ആണോ? ഇവിടെ ഉള്ളത് മതി. ഇവിടെ ഉള്ളവരാരും സെന്റി ഒന്നും അടിക്കാറില്ല. ഫുൾ ടൈം ഫൺ. സെന്റി ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് പറയാറില്ല. ഞാനും ഷാനും മാത്രം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സെന്റി അങ്ങനെ അടിക്കാറില്ല. ബേസി ചില സമയത്ത് അവന് ഭയങ്കര സ്ട്രെസ് ഉള്ള സമയത്ത് അങ്ങ് റാൻഡ് ചെയ്യും. അപ്പൊ ഞാനിരുന്ന് ഇങ്ങനെ കേൾക്കും. സെന്റി അല്ല, ദേഷ്യമാണ്. ചീത്ത വിളിക്കും. ആരെങ്കിലൊക്കെ ചീത്ത വിളിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയും. അപ്പൊ ഞാനിങ്ങനെ കേൾക്കും, ബേസി കുഴപ്പമില്ലടാ, അതന്നെ സെന്റി അല്ല, അഗ്രഷൻ. ഭയങ്കര നിഷ്കളങ്കമായിട്ടാ പറയുന്നത്. ചത്തോട്ടെ. എന്തൊരു നിഷ്കളങ്കത. അയ്യോ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 3 പേരും റെസ്റ്റോറന്റിൽ പോവാ, നിങ്ങളുടെ ഫേവറേറ്റ് ആയ ഒരു ഫുഡ് അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുഡിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏത് ഫുഡായിരിക്കും? ഏത് ഫുഡാണ് അടി ഉണ്ടാക്കുന്ന ആള് ഫുഡിയാണ്. അടി ഉണ്ടാക്കുന്ന ഫുഡ് ചിലപ്പോ ബിരിയാണി. ഇന്നിപ്പോ ഉച്ചക്ക് ബിരിയാണി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. നമ്മൾ ഡയറ്റാണ് കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഹെൽത്തിയാണ് ഇപ്പോൾ എന്നും പറഞ്ഞിട്ട് പോയി ഉച്ചയ്ക്ക് ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത് ബിരിയാണി, മലബാർ ബിരിയാണി. അപ്പോൾ വിനീതേട്ടൻ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട്
ബിരിയാണി എടുത്തോണ്ട് വന്നു. ഷാനി വേണമെങ്കിൽ പകുതി കഴിച്ചോ. ഷാന് നീ പകുതി കഴിക്കും. പകുതി കഴിക്കല്ലോ അല്ലേ, കുറച്ച് അധികം എടുത്തോണ്ട് പകുതി കഴിക്കല്ലോ അല്ലേ. വിനീതണ്ണാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഡയറ്റ് കണ്ടില്ലേ, മെലിഞ്ഞ് സുന്ദരനായിട്ടിരിക്കുക. അപ്പൊ പകുതി കഴിക്കല്ലോ അല്ലേ ഷാൻ എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ പ്ലേറ്റിലൊന്നുമില്ല. 4 പീസ് ഞാൻ അറിഞ്ഞില്ല, ഞാൻ കഴിച്ചു പോയി. ഷാനിക്ക നോക്കിയിട്ട് ഇതിന്റെ പകുതിയാണോ എന്നോട് കഴിക്കുന്നത്? പകുതി 2 എല്ല്. ഞാനെന്താ പട്ടിയ? അല്ല ബുൾഗാരി. വിനീതേട്ടൻ പറയണ ഫുഡിന്റെ കടകളും ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ ഒരു പുട്ടിന്റെ ഇപ്പോഴും അത് കറങ്ങിക്കൊണ്ട് നടക്കുക. ഈ ഫുഡ് ഇങ്ങനെ സെലിബ്രിറ്റീസ് ഒരു ഫുഡ് പറയുമ്പോൾ ഇന്ന റെസ്റ്റോറന്റിൽ ഇന്ന് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കാൻ പോകും. അങ്ങനെ ഒരു പതിവുണ്ട് സോഷ്യൽ മീഡിയയില്. വിനീതേട്ടൻ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു പുട്ട് പറഞ്ഞു, നിങ്ങളൊരു ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അവരുമായിട്ട് കൊളാബ് ഉണ്ടാവുമായിരിക്കും. പകുതി പൈസ എന്നാ പറയാം. നിങ്ങൾ പറയുന്ന ഫുഡ് ഞങ്ങൾ പോയി കഴിക്കുക. കാരണം ബേസിൽ ചേട്ടൻ പറഞ്ഞ ഫുഡാണെന്നിട്ട് നമ്മൾ പോയി കഴിക്കും. ഞാൻ പറയില്ല, എനിക്ക് പറ്റൂല. അങ്ങനെ ഒരാളും വളരുന്ന ഇഷ്ടമല്ല. ഒരു രീതി ബേസി ഭയങ്കര ഡയറ്റാ. വീട്ടിലുണ്ടാകുന്ന ഭക്ഷണമേ കഴിക്കാറുള്ളൂ, പുറത്തുനിന്ന് കഴിക്കില്ല. അയ്യോ. അപ്പൊ ഇന്ന് ബേസിയുടെ ഇന്ന് കഴിച്ചതാ. ബേസിയുടെ ഒരു കുക്കുണ്ട്. നമ്മൾ അകത്തിരുന്നല്ലേ ചളിയാ മിസ്സായി പോയല്ലോ. ആറ്റിലൊരെണ്ണം കളഞ്ഞതാ. നിന്റെ കുക്കിന്റെ പേര് 90-ൽ 10. നിന്റെ കുക്കിന്റെ പേരെന്തായിരുന്നു? അശ്വിൻ. അശ്വിൻ. അവനുണ്ടാക്കുന്ന ഉഗ്രം ഭക്ഷണം. ഒരു പ്രോൺസിന്റെ ഒരു പച്ച കളർ കറിയല്ലേ? നിർവാണ. ഒരു നിവൃത്തിയില്ല, നിർവാണൊക്കെ തന്നെ. പക്ഷെ കൊള്ളാം. അശ്വിൻ ഒരു പ്രൊമോഷൻ ആവട്ടെ. അതെ ആവട്ടെ. നന്നായിട്ട് കുക്ക് ചെയ്യും. അതെ കൊള്ളാം. നിങ്ങൾ കുക്ക് ചെയ്യോ ശരിക്കും? ഞാനോ? ചോദിച്ചോ. ഞാൻ കുക്ക് ചെയ്യും. നിന്റെ ചാട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരുവിധം എല്ലാം ഉണ്ടാക്കുന്നു. കുക്ക് ചെയ്യും. കാപ്പി കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ കോഫി. ഞാൻ ചായ കുക്ക് ചെയ്യും. ചില ഭക്ഷണം ഇവന്റെ നല്ല ഫുഡായിരിക്കും, പക്ഷെ ഇവൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്കത് കഴിക്കാൻ തോന്നൂല. നിങ്ങൾക്ക് വേണോ അവക്കാഡോ? അവക്കാഡോ അത് പറയുന്ന കേൾക്കുമ്പോഴേ വേണ്ട അങ്ങനെ കഴിച്ചാൽ മതി. ഏതവക്കാട? അവക്കാഡോ ടോസ്റ്റ്. അവക്കാഡോ ടോസ്റ്റ്. അവക്കാണെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക്? എന്താ ഈ ആറ്റില് നമ്മൾ അല്ലേ? ഫാൻസിന് ഇതൊക്കെ ഫണ്ണാ. കൊടങ്ങോട്ട് ശരിക്കാണോ? ബൂമേഴ്സിന് ഇത് വർക്കാവില്ല. വർക്കാവും. ഇതൊക്കെ 90s അല്ല 90% വരുന്നത്. നിങ്ങൾ തകർന്നിരിക്കുന്ന സമയത്ത് എനർജി ബൂസ്റ്റ് അടിച്ചു തരുന്ന ആള്. അകന്നിരിക്കുന്ന സമയത്ത് തകർന്നിരിക്കുന്ന സമയത്ത് എനർജി ബൂസ്റ്റ് അടിച്ചു തരുന്ന ആള്. മറ്റേ ബൂസ്റ്റ് അല്ല, മറ്റേ ബൂസ്റ്റ് ഇല്ല, ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരാളില്ല. ആറ്റി ബേസി പറ. തളർന്നിരിക്കുന്ന സമയത്ത് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ആള്. എനിക്കിടയ്ക്ക് വിനീതേട്ടൻ എനർജി ബൂസ്റ്റ് തരാറുണ്ട്. പിന്നെ സമീർക്ക തരാറുണ്ട്. ടൊവിനോ പക്ഷെ വിശ്വസിക്കാൻ പറ്റൂല. ഉള്ള ബൂസ്റ്റ് കൂടെ ചിലപ്പോ കളയും. ചത്തുപോട്ടാ പറ്റും. ഇവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി മെച്ചോർഡായിട്ട് അങ്ങനെയൊന്നും പറയല്ലേ ബേസി, ഒക്കെ ശരിയാവും എന്നൊക്കെ പറയും. ചാവണം. നമ്മുടെ കൂടെ തരും അവൻ. അപ്പൊ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. റേഞ്ച് ഒന്നുകൂടെ കൂടും. വാശി കയറ്റി വിടും അങ്ങോട്ട്. പിന്നെ എലിസബത്ത് ഭാര്യ ഭാര്യ ഒരേ മോഡുലേഷൻ ആയിരുന്നു. അത് പറയുകയും ചെയ്തു. ആക്ടിങ്. ഓ അവള് കേട്ട എന്ത് വിചാരിക്കുമല്ലേ? അത് മോഡുലേഷൻ ഒന്നാ അല്ല. എനിക്കവൻ
കാരണം എനിക്ക് ഓർമ്മയുള്ളത് തട്ടം കഴിഞ്ഞിട്ട് ഇപ്പം ആ സമയത്ത് എന്നോട് കുറേ പേര് പറഞ്ഞു തട്ടത്തിലെ പാട്ടൊക്കെ അടിപൊളിയാണ്, ഇനി ഷാൻ ഭയങ്കര ബിസി ആവാൻ പോവാണ് ഇൻഡസ്ട്രിയിൽ. ഒറ്റ പടം വന്നില്ല. അപ്പം അപ്പം ഞാൻ നോക്കുമ്പോൾ അനുരാധത്തിൻ വേളയിൽ മുത്തുച്ചിപ്പിയൊക്കെ ഇങ്ങനെ എല്ലാവരും പാടുന്നുണ്ട്, പക്ഷെ പടമില്ല. അപ്പം എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അടിച്ചത് വിനീത. അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അറിയാം എന്തെങ്കിലും വന്നോ, ആരെങ്കിലും വിളിച്ചപ്പോൾ എന്നിട്ട് അവൻ തന്നെ സമാധാനിപ്പിക്കും, എടാ ഉണ്ടാവും, പ്ലാൻ ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. എല്ലാരും വിനീതന്റെ പേര് പറയുമ്പോഴേ ഇപ്പം ചുറ്റും വിനീതൻ എന്താ തോന്നുന്നത്? ഇത്രയും പേര് ഇത്രയും കാര്യങ്ങൾ അതാണ് എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. ചുറ്റുള്ളവർക്ക് മാക്സിമം മോട്ടിവേഷൻ പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം, അങ്ങനെയാണോ? അല്ല അങ്ങനെയല്ല, ഇതെല്ലാം നമുക്ക് അടുപ്പമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ കേൾക്കും. വഴിക്കൂടെ പോണ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് ആരാ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിനീതേട്ടന്റെ പേരൊന്നും പറയില്ല. ഇത് ഞങ്ങൾ രണ്ടും തൊട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അതിപ്പോ എന്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരോട് ചോദിക്കും, എന്റെ പേരേ പറയുള്ളൂ. രാഹുൽ ചിലപ്പോ അഖിലും പറയും. ശരിക്കുള്ള പേരുള്ള രണ്ടുപേരും അയ്യോ ഇവരൊക്കെ ഉണ്ട്, രാഹുലുണ്ട്, അഖിലുണ്ട്, അമലുണ്ട്. കോമൺ പേര്. അയ്യോ ചേട്ടൻ എന്തോ പറഞ്ഞു. എന്തായിരുന്നു ചോദ്യം? എന്താ തോന്നുന്നു? അല്ല അതല്ലല്ലോ ചോദ്യം, അത് ഞാൻ ചോദിച്ച ചോദ്യമല്ലേ? അതേ ചോദ്യം നല്ല ചോദ്യമായിരുന്നു. അല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കേൾക്കും. അപ്പോൾ എങ്ങനെ പ്രശ്നം ഇല്ലാണ്ട് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയും. കഴിയുന്നത്രയും എന്താ പറയുക, ആൾക്കാർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള വഴി നോക്കും. അത് മാത്രമേ ഉള്ളൂ. വേറെ വിനീതേട്ടന്റെ ലൈഫിൽ അങ്ങനെ ഞാൻ ദിവ്യയുടെ അടുത്ത് ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെക്കാളും പ്രശ്നമുള്ള ആൾക്കാരാണ്. എന്റെ അടുത്തൊന്നും പറയാറൊന്നുമില്ല, ഞാനല്ല. ബേസിയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വായിട്ടൊന്നും പോകുന്നില്ല. ഞാൻ ബസ്സിലെ കാണിച്ചു അയ്യോ ശരിക്കും എം ജി ശ്രീകുമാർ ആ ചിരിയത് കേൾക്കണം എനിക്ക്. ആ വീഡിയോ ഇത് ട്വീറ്റ്സ് അടിച്ചെന്താ എനിക്ക് അവസ്ഥ? അതിന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടെന്താ കാര്യം? ഞാനിപ്പോ വല്ല ലേഖ്യോ വയനാട്ട് നല്ല ആ കണക്ഷൻ. ഈ ഹെൽത്ത് പരമായിട്ട് എങ്ങനെയാ ശരിക്കും? അല്ല ഇവൻ ഭയങ്കര ഹെൽത്ത് ഫ്രീക്ക് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. കുറേ കാര്യങ്ങളിൽ ഞാൻ അഡ്വൈസ് എടുക്കാറുണ്ട്. ഇവൻ ആ രീതിയിൽ ഭയങ്കരമായിട്ട് അതിരടിയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു ദിവസം എന്നെ ഇരുത്തി അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ബേസി ഒരു സൈഡിൽ ടോവി, സമീർക്ക, മെയിനായിട്ട് ഇവൻ തന്നെ ഹെൽത്ത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒന്നും മെലിഞ്ഞില്ലേ? കാണാനില്ലേ റിസൾട്ട്? സുന്ദര കുട്ടനായിട്ടുണ്ട് ഇപ്പൊ. മാറിയിരുന്നു പാപ്പ. മേജർ ശ്രീകുമാർ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കുറെ തമാശകളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സീനിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ചിരി പൊട്ടും, ചിരി വരുമല്ലോ. ശരിക്കും അങ്ങനെ ചിരിച്ച് കൊളാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവൻ മെയിൻ അവൻ നിവിൻ. അയ്യോ ചിരി തുടങ്ങിയാ നിർത്തൂല, ചിരിച്ചോണ്ടേ ഇരിക്കും അല്ലേ? അയ്യോ അല്ലേ, ഞാൻ ഈ സമയത്തൊക്കെയാണ് ഞാൻ ഈ ആക്ടേഴ്സിനെ ശരിക്കും അഡ്മയർ ചെയ്യുന്നത്. കാരണം സീൻ പറയാൻ പറ്റില്ല, കഥയൊന്നും പറയില്ല. ഇല്ലില്ല. എന്നോട് വളരെ ദേഷ്യപ്പെട്ടിട്ട് ഒരു ആക്ടർ എന്നോട് വളരെ ദേഷ്യപ്പെട്ടിട്ട് ടോവി സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ ഞാൻ ടോവിനെ നോക്കിയിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കണേ. ഇവൻ ഫുൾ സീരിയസ് ആയിട്ടാണ് ചെയ്യണേ.
അപ്പൊ ആ കാര്യത്തിലൊക്കെ ഇത് എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ 1-2 ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാൻ സെറ്റാണ്. അത് ഹാൻഡിൽ ചെയ്യും. നിവിൻ ഒരു രക്ഷയില്ല. 7 ടേക്ക് 8 ടേക്ക് ഒക്കെ ചിരിച്ചിട്ട് തന്നെ കളയും. ഓക്കെ. അത് കഴിഞ്ഞ് ലൈറ്റൊക്കെ പോവാനായാലാണ് നമുക്ക് ഷോട്ട് കിട്ടുക. നിവിൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവൻ ചെയ്യുന്ന സീൻസ് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ ചിരി ഭയങ്കര അയ്യോ ഒരു രക്ഷയില്ല. അതെ അതെ. വർക്ക് ചെയ്തിട്ടുണ്ടോ ആരോടെ? നിവിൻ്റെ കൂടെ? ഇല്ലില്ല. ലവ് വേഷൻ ഡ്രാമയിൽ വർക്ക് ചെയ്തു. യെസ്. DJB. ഇപ്പൊ DJ ബോർഡിൽ നിന്നിട്ട് അങ്ങ് ദൂരെ നിൽക്കാൻ നിവിൻ ചേട്ടൻ ഏതാണ് അവനെ അയ്യോ ആ പടം ഇപ്പാണെങ്കിലല്ലേ ഓയ്യോ അന്ന് പോയതിനേക്കാളും ഗംഭീരമായിട്ട് പോയി. ആ സെറ്റ് എങ്ങനെയായിരിക്കും ഓർക്ക ധ്യാൻ ചേട്ടൻ കൂടി ഉള്ളതുകൊണ്ട് സെറ്റ് എങ്ങനെ അടിപൊളിയായിരിക്കും. ഫൺ. എനിക്കറിയില്ല, ഞാൻ അര ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എൻജോയ് ക്യാമിയായിരുന്നു. ആ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു നിവിൻ ചേട്ടനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ശരിയാണ്. ചേട്ടാ ആരും മറന്നു. സോറി അന്ന് ചിരിച്ചായിരുന്നോ? ചിരിച്ചു എനിക്ക് ഓർമ്മയില്ലാത്തതാ. ചിരിച്ചു ശരിയാട്ടോ. ചേട്ടൻ തമാശ ചേട്ടൻ തന്നെ ചിരിക്കണേ. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഓക്കെ. നിങ്ങൾ അഭിനയിക്കുന്ന സമയത്തെ ഇപ്പൊ ചിരി കഴിഞ്ഞ് പെട്ടെന്ന് സീനിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ക്യാരക്ടറായിട്ട് മാറുന്ന ആരാ? ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ എല്ലാരും ആവും. ഈ കൂട്ടം നിങ്ങളാവൂന്ന് അറിയില്ല, ഞങ്ങളാവുന്നുണ്ട്. ഞാൻ ടോയ് എന്ന് പറഞ്ഞോണ്ട് ഈഗോ ഈഗോ പിടിച്ചോണ്ട് നടക്കുന്നത്. അവൻ മാത്രമല്ല ഞങ്ങളും ആവാറുണ്ട്. ഞങ്ങളൊക്കെ ആവാറുണ്ട്. പെട്ടെന്നായിരിക്കും ആക്ഷൻ അങ്ങനെയാണ് അല്ലേ? അത് കൊള്ളായിരുന്നു. ഇതിപ്പോ ഷൂട്ടിംഗ് അല്ലല്ലോ, സിനിമയല്ലല്ലോ. നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്ത സിനിമകൾ ഉണ്ടോ? ക്യാരക്ടറോ പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും? റിഗ്രറ്റ് ഒന്നുമില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ. നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് വരും. ഓ നൈസ്. വൗ. ഡീപ്പ്. സൂപ്പർ. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം അടിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 സാധനം വരും. അത് നമ്മൾ മറന്നു. ഈ വേൾഡ് കപ്പിന് ശേഷം സഞ്ജു സാംസന്റെ ഒരു സിനിമ ലൈഫ് സ്റ്റോറി സിനിമയാക്കണം എന്ന് പറഞ്ഞ സമയത്ത് കമന്റ് വന്നത് അത് ബേസി ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കുന്ന അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ഭയങ്കര കൂട്ടം നിങ്ങൾക്ക് പേഴ്സൺ നന്നായിട്ട് അറിയുന്നല്ലേ? പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയൂ ഇപ്പോ? ഇപ്പൊ ഞാൻ പറയും. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചേട്ടനായിരുന്നു. ഞാനോ? അല്ല, സഞ്ജു അന്ന് അല്ലായിരുന്നു. കാണാൻ പോയത് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ട്. അതെ അതെ, രസമായിരുന്നു അത്. നല്ല പെട്ടെന്നായിരുന്നു തീരുമാനം. നാളെ ക്രിക്കറ്റ് കളിയുണ്ട്, പോയാലും. നാളെ ടിക്കറ്റ് കിട്ടൂ? ടിക്കറ്റൊക്കെ നമുക്ക് പോവാം. നാളെ പോവാം, പിന്നെന്താ? അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാ. അത് കറക്റ്റ്. ഇപ്പൊ സഞ്ജു 6 അടിക്കുന്ന 6 അടിക്കും. അതെ അതെ. അതെങ്ങനെ ഒത്തത്? അതൊക്കെ അങ്ങ് ഒത്തു. ഇവരുടെ ഇതെല്ലാം പോലെ തന്നെ ഇരുട്ടത്ത് കല്ലെറിയും. കൊണ്ടു അത് തന്നെ. അങ്ങനെ ആ നിപ്പ് കണ്ടപ്പോ എനിക്ക് അങ്ങ് തോന്നി ഇത് 6 അടിക്കാനുള്ള നിപ്പാണല്ലോ. 2 ബോള് അത്ര മുട്ടി. അപ്പൊ ഇനി ഇത് 6 അടിക്കുക. എത്ര വീഡിയോ എടുത്തടാ നീ? ആക്ച്വലി പറഞ്ഞ എടുത്തുള്ളൂ. 73 വീഡിയോകളിൽ ഒരെണ്ണമാണ് കാണുന്നത്. അതേപോലെ ബോളിവുഡിൽ പോയിട്ട് പ്രസംഗിച്ച് എല്ലാവരോടും ചിരിപ്പിച്ച ആളെ ഇത് കാണുമ്പോൾ നമുക്ക് മറ്റേ റൊമാൻറ്റിഫിക്കേഷൻ ആണ്. നമ്മുടെ ആൾ അവിടെ പോയിട്ട് ചിരിപ്പിക്കുന്നു. അടുത്ത ഹോളിവുഡ്. ഇവന്റെ ഒരു ഹോളിവുഡ് സ്വപ്നമുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാത്. ഹോളിവുഡിൽ എത്തുമ്പോ പറഞ്ഞാൽ മതി, ഇപ്പൊ പറയണ്ട. ഇപ്പൊ പറഞ്ഞ അയ്യോ ആൾക്കാര്. ഹോളിവുഡ് ഡ്രീംസ്. ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞതാ ഹോളിവുഡിൽ എത്തിയിട്ടുള്ള എന്റെ സ്വപ്നം എന്താണെന്ന് അറിയുന്നുണ്ട്. ഞാനിങ്ങനെ ഞാൻ നിന്ന് സംസാരിക്കാൻ, ഞാൻ അവിടെ ഇരുന്നു പോയി. ആ ലെവല് അത് പറയാൻ പറ്റില്ല. ഇത് വരമാരി. ഞങ്ങളും വെയിറ്റ് ചെയ്യണത് കാണാൻ. അതല്ലല്ലോ, 10 വർഷത്തിനുള്ളിൽ. 10 വേണം, 15. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും. നേരത്തെ പറഞ്ഞ പണിയെടുത്തോണ്ടേ ഇരിക്കുക.
കൺസിസ്റ്റൻസി എപ്പോഴെങ്കിലൊക്കെ എത്തും. അതാണ് മോട്ടിവേഷൻ അതെ. ചാർജ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിരടി വലിയൊരു സക്സസ് ആവട്ടെ. ആൻഡ് ടീച്ചർ കാണുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് വരുമ്പം പടം അടിപൊളിയായിരിക്കുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആൻഡ് തിയേറ്ററിൽ വലിയ എന്താ അല്ലല്ല അന്നേരത്ത് നിങ്ങളുടെ റിയാക്ഷൻ എന്താ നോക്കിയതാ. ആ ഓക്കെ പോസിറ്റീവ് ആയിരുന്നു. അല്ലാണ്ട് പിന്നെ ഞാൻ നെഗറ്റീവ് ആവണോ? അല്ല വെറുതെ ആരൊക്കെ നെഗറ്റീവ് ആയാലും നെഗറ്റീവ് ആവും. അങ്ങനെയല്ല. സോ വലിയൊരു വിജയമാവട്ടെ എന്ന് അത് ആഗ്രഹിക്കുന്നു. നോക്കിയിട്ട് അടുത്ത ഇന്റർവ്യൂവിന് അത് പറയുമ്പോൾ അതുപോലെ ഇടാൻ വേണ്ടിയിട്ടാ. ഞാനാണെങ്കിൽ പിന്നല്ല എന്നുള്ള മൂഡിൽ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ ഇടുന്നത് നോക്കിയിട്ട് അത് പിടിക്കാതെ വിനീതേട്ടൻ അഭിനയിക്കുന്ന ചില എക്സ്പ്രഷൻസ് നോക്കും. ഇപ്പൊ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ചിലരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇല്ലില്ല എനിക്ക് നല്ല റിയാക്ഷൻസ് ഉണ്ട്. ഞാൻ ഈ വൃത്തിയായിട്ട റിയാക്ഷൻ എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞു വെറുതെ ഒരു അവസരം കിട്ടി പറഞ്ഞു. ആറ്റിൽ കളയൂന്ന് പറഞ്ഞില്ല എന്റെ കോമഡി. അത് നിങ്ങളാണല്ലേ പറഞ്ഞത്. അതാ റിയാക്ഷൻ നോക്കണ ചോദ്യം ചോദിച്ചപ്പോ നിങ്ങളുടെ മുഖത്തോട്ട് പോലും നോക്കാതിരുന്നത് അതുകൊണ്ടാ. ഇവിടെ എന്തെങ്കിലും എടുക്കാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു ചോദ്യമെങ്കിലും വന്നു. ഇവിടെ നിന്നുള്ളത് ചോദ്യത്തിൽ പോലും വന്നില്ല. പറയാൻ പറ്റില്ല. ഈ സിനിമയില് ക്യാരക്ടർ സൂപ്പർ ആയി കഴിഞ്ഞാൽ ഇനി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ. എന്റെ അമ്മോ. ഒരു റൗണ്ട് ഷാൻ അഭിനയത്തില് കുറച്ചധികം അടുത്തൊരു 5 വർഷം ഷാനിക്ക തൂക്കും. എന്റെ അമ്മോ. ഇങ്ങനൊന്നും പറയാതെ നീ പേടി. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാ. കയ്യിലിരുന്നു. കയ്യിലിരിപ്പല്ല 5ന്റെ മേലെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. 5 എന്തായാലും ഉറപ്പാ. പിന്നെ ഓക്കെ താങ്ക് യു. ഞങ്ങളും കാത്തിരിക്കാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയില് ഞാനും ഉണ്ടാവും. ഓ നിങ്ങൾക്ക് 3 പേർക്കും MIOPയുടെ ഒരു സ്നേഹ കഴിഞ്ഞില്ലേ? അല്ല ഗിഫ്റ്റ്. ഫസ്റ്റ് ഷാനിക്ക, ഞാൻ സെക്കൻഡ്, പിന്നെ ഈ കളിയിലെങ്കിലും ജയിക്കട്ടെ.